അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദ് അലവി ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, ഇന്ന് ശ്രീകൃഷ്ണപുരം പഞ്ചായത്താണ്, പാലക്കാട് ജില്ലയിൽ. ഈ വീടുകളുടെ ഇടയിൽ നമുക്കൊരു 19 സെൻറ്റ് സ്ഥലം, സൂപ്പർ സ്ഥലം കാണിച്ചു തരാൻ വരികയാണ്. എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരിക്ക് പോകുമ്പോൾ കടമ്പഴിപ്പുറം ഹൈവേ എന്ന് വെറും 750 മീറ്റർ മാത്രമാണ് നമ്മുടെ ഇവിടേക്കുള്ള പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. ഇൻഷാ അല്ലാഹ് ഫുള്ള് കണ്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിൽ കിടക്കാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എന്താണ് പുഞ്ചപ്പാടം? പുഞ്ചപ്പാടം എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് നമ്മൾ ഹൈവേ, ഈ ഹൈവേ കണ്ടില്ല നിങ്ങൾ, ഇതിങ്ങനെ ചെറുപ്പശ്ശേരി വഴി, പെരിന്തൽമണ്ണ വഴി, കൊണ്ടോട്ടെ വഴി കോഴിക്കോട്ടേക്ക് പോകാൻ റോഡാണ്. ഈ ഹൈവേ ആകെ ദൂരം ഒരു 3/4 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ തികയില്ല, ഒരു 750 മീറ്റർ. നല്ല അടിച്ചാപ്പൊളി സ്ഥലം, വീട് വെക്കാൻ സൂപ്പർ സ്ഥലം. ഇങ്ങനത്തെ ഒരു സ്ഥലം വേണമെങ്കിൽ കണ്ടില്ല. ഈ ഹൈവേ ആകെ 3/4 കിലോമീറ്റർ ദൂരമാണ്. സൂപ്പർ സ്ഥലമാണ്. നമുക്ക് 10 സെൻറ്റ് വേണമെങ്കിൽ 10 സെൻറ്റ്, മൊത്തം 19.5 സെൻറ്റ് ഉണ്ട്. ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണിച്ചാൽ നമുക്ക് വാങ്ങാം. 2 ഫ്ലോട്ടാക്കിയിട്ട് വേണമെങ്കിൽ 2 ഫ്ലോട്ടാക്കി തരും. ഈ റോഡിന് പോകേണ്ട ദൂരം വെറും 700 മീറ്റർ മാത്രമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എന്താണ് ഹൈവേ എന്ന് വരുന്ന റോഡ് ഇട്ടാ, എല്ലാ വാഹനങ്ങൾക്കും വരാൻ അനുയോജ്യമായത്, വലിയ വീതി കൂടിയ റോഡ്. മാത്രമല്ല ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീടുകളുടെ ഇടയിൽ ഒരു 19 സെൻറ്റ്, 3 വീട് വെക്കണോ, 2 വീട് വെക്കണോ, 1 വീട് വെക്കണോ എന്ന് കാഴ്ചക്കാരായി നിങ്ങൾ തീരുമാനിക്കുക. ജ്യേഷ്ഠന്മാരുണ്ടെങ്കിൽ 2 3 വീട് വെക്കാം. ഇതാ നമുക്ക് പോകേണ്ട സ്ഥലം, ഇത് 12 അടി റോഡ്. ഇതാണ്. ഇതിന് പോയി കഴിഞ്ഞാൽ കാറ് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടിയാൽ ഒരു 40 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്റർ, ഇത്രയും നമുക്ക് അവർക്ക് ദൂരമുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. ഇവിടെ നല്ല നിരപ്പായ ഫ്ലോട്ട് വീടുകളുടെ ഇടയിലാണ്. അപ്പോൾ നമുക്ക് റോഡിൽ നിന്നൊരു 50 മീറ്റർ കൊണ്ട് 12 അടി വഴി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ആളുകൾക്ക് മാത്രമായിട്ടുള്ള വഴിയാണിത്, സ്വകാര്യ വഴിയാണ്. 12 അടി റോഡുണ്ട്. ആ വണ്ടി നിൽക്കണതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതിൽ ഫുള്ള് തേക്ക് തൈകളാണ് കേട്ടോ. എണ്ണം കൂടിയതും ചെറുതും ഒക്കെ ഉണ്ട് തേക്ക് വെച്ചിരിക്കുന്നത്. അതിലിപ്പോൾ ഒരു ജ്യേഷ്ഠന്മാരുണ്ടെങ്കിൽ 2-3 വീട് വെക്കാം. 19.5 സെൻറ്റ് സ്ഥലമുണ്ട്. 19 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല സമചതുരമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ. തേക്ക് തയ്യാ വെച്ചിരിക്കുന്നത്. ബാക്കിലൊക്കെ വീടുകളാണ്. ബാക്കിൽ വീട്, സൈഡിൽ വീട്, അങ്ങനെ എല്ലാ വീടുകളുണ്ട്. നല്ല വീടുകളുടെ ഏരിയയാണ്. മാത്രമല്ല നമുക്ക് പാലക്കാട് പിന്നെ കോഴിക്കോട് ഹൈവേ പുതിയ 4 വരിപ്പാതയത് വെറും 800 മീറ്റർ, 750 മീറ്റർ, ഒരു 800 മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ദൂരം. അപ്പോൾ വരാനും പോകാനൊക്കെ സൗകര്യമാണ്. 4 പുറം വീടുകളുണ്ട്. മാത്രമല്ല സമചതുരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വീട് വെക്കാം. അനുയോജ്യമായിട്ട് എങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വീട് വെക്കാം. ആണല്ലേ. ഇത് കമ്പിയിൽ 4 അതിര് വളരെ കറക്റ്റാണ്. മാത്രമല്ല 2-3 ആളുകളുണ്ടെങ്കിൽ ജ്യേഷ്ഠന്മാർക്ക്, കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം ഒരു ഭാഗത്ത് പറയുമ്പോൾ അതിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്ക് ഈ സൈഡിലേക്ക് ഒന്ന് പോകാം. ഈ സൈഡിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ തലവരെ കാണാം. എല്ലാ അതിലും കാണാം. ഒക്കെ ഫുൾ ഒരേ മാതിരിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒരേ മാതിരിയുള്ള സ്ഥലമാണ് എല്ലാ ഭാഗത്തും. ഇതാണ് ബാക്ക് സൈഡ് അതിര്. ഇവിടെ ബാക്കിൽ വീടാണ്. ഈ ഭാഗത്തൊക്കെ വീടാണ്. അപ്പോൾ നല്ല ഏരിയയാണ്. നല്ല ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊക്കെ വെച്ച് താമസിച്ച് നല്ല സ്വസ്ഥതയിൽ നല്ല ഒരു ഇതുണ്ടല്ലോ, ഒരു ഭാഗത്ത്, ഒഴിഞ്ഞൊരു ഭാഗത്തിരിക്കാൻ അങ്ങനെയൊക്കെ പറ്റിയ ഏരിയയാണ്. എന്നാൽ നിറയെ വീടുകളും ഇല്ല. എന്നാൽ ഒരു നല്ല സ്വസ്ഥതയുള്ള സ്ഥലമാണ്. ഇവിടേക്ക് നല്ലൊരു കുളിർമുള്ളൊരു സ്ഥലമാണ് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ സമചതുരമായിട്ടുള്ള സ്ഥലം അല്ല, 3 വീട് വെക്കാം കേട്ടോ. 19 സെൻറ്റ് സ്ഥലമുണ്ട്. ഒരു 6 സെൻറ്റിൽ നമുക്ക് വീട് വെക്കാം. ഒരു 1.5 സെൻറ്റ് വേണമെങ്കിൽ വഴിക്കും കൊടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ 2 വീട് വെക്കാം. 19 സെൻറ്റ് ഉണ്ടാകുമ്പോൾ 2 വീടിനാകുമ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ അല്ലേ. ഇനി ആ സ്ഥലത്തേക്ക്, ആ ഭാഗത്തേക്കൊന്ന് പോകാം. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വീടുകളാണ്. അപ്പോൾ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഹൈവേ, പുതിയ 4 വരിപ്പാത ചെറുപ്പശ്ശേരി വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ഹൈവേയിൽ കണ്ണമ്പഴിപ്പുറം കഴിഞ്ഞ് പുഞ്ചപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ പുഞ്ചപ്പാടം ഹൈവേന്ന് ആകെ ദൂരം ഒരു 3/4 കിലോമീറ്ററാണ്, 750 മീറ്റർ. അത് നല്ല റോഡാണ്. മാത്രമല്ല 4 പുറം വീടുകളുണ്ട്. ഏരിയ നന്നു കേട്ടോ. വീടൊക്കെ വെക്കാൻ അനുയോജ്യമായ നല്ല നിരന്ന സ്ഥലമാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയും നമുക്കൊരു കുണ്ടോ കുഴിയോ ഒന്നും കാണുന്നില്ല കേട്ടോ. കാരണം ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ഓരോരുത്തർ വീട് വാങ്ങാൻ വേണ്ടി മേടിച്ച പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പോൾ നല്ല ഏരിയയാണ്. നല്ല ഒരു സൂപ്പർ സ്ഥലം എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇവിടെ ക്ഷേത്രം ഇതിൻ്റെ അടുത്താണ്. പുന്നാമ്പറമ്പ് ക്ഷേത്രം ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ. അപ്പോൾ അമ്പലവാസികൾക്ക് അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. അപ്പോൾ പുന്നാമ്പറമ്പ്, കടമ്പഴിപ്പുറം പുന്നാമ്പറമ്പ് ക്ഷേത്രം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളെ, പാലക്കാട് ജില്ലയിൽ
പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിന്ന് ചെർപ്പളശ്ശേരിക്ക് പോകുമ്പോൾ കടമ്പഴിപ്പുറം കഴിഞ്ഞ് പുഞ്ചപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. മാത്രമല്ല 4 പുറം വീടുകളുള്ള ഏരിയയാണ്, നല്ല ഏരിയയാണ്. മാത്രമല്ല ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് എന്താണ്, തേക്കും തൈകളാണ്. അപ്പോൾ അതുപോലെ തന്നെ വീടൊക്കെ വെക്കാൻ അനുയോജ്യമായ സ്ഥലം. ഏട്ടനഞ്ചന്മാരുണ്ടെങ്കിൽ 2-3 പേർക്ക് വീട് വെക്കാം, അതല്ലെങ്കിൽ 2 വീട് വെക്കാം. അതല്ല ഒരു വീട് വെച്ച് നല്ലൊരു പൂന്തോട്ടക്കാവിലേക്ക് ഉണ്ടാക്കി നല്ലൊരു സെറ്റപ്പിലിരിക്കാൻ പറ്റുകയാണെങ്കിൽ 19 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഈ 19 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ സെൻറ്റിൻ്റെ ചോദ്യമൊക്കെ വലിയ ചോദ്യമാണ്. എങ്ങനെയായാലും ഒരു സെൻറ്റിന് 1.40 ചോദിക്കുന്നുണ്ട്. 1.40 നെഗോഷ്യബിളാണ്. നിങ്ങൾ വന്ന് അപ്പോൾ അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തരാം. എങ്ങനെ തരും? 10 സെൻറ്റ് വേണോ 9 സെൻറ്റ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. 9 സെൻറ്റ് വേണമെങ്കിലും 10 സെൻറ്റ് വേണമെങ്കിലും കിട്ടും. കാരണം 2 പാർട്ടായിട്ട് തിരിക്കാൻ പറ്റിയ 2 വീട്ടുകാർക്ക്. അപ്പോൾ നിങ്ങൾ ഒരാളേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഒരാൾക്കും തരാം 10 സെൻറ്റ് വേണമെങ്കിൽ, യാതൊരു സംശയമില്ല. അല്ല 9 സെൻറ്റ് മതിയെങ്കിൽ 9 സെൻറ്റും തരാം. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടുതൽ അറിയിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എൻ്റെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് വരാനുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞാൽ നല്ല ഏരിയയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ടൗണാണ് കടമ്പഴിപ്പുറം. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാം ഉണ്ട്. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് തുടങ്ങി കടമ്പഴിപ്പുറത്ത് എല്ലാം ഉണ്ട്. 2 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കടമ്പഴിപ്പുറത്തേക്ക് ദൂരം വരുന്നത്. അതേപോലെ തന്നെ പുഞ്ചപ്പാട് ഹൈവേയിലേക്ക് ആകെ ദൂരം വരുന്നത് 750 മീറ്ററാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്, നമുക്ക് 10 സെൻറ്റ് വേണമെങ്കിൽ 10 സെൻറ്റ്, അല്ല 9 സെൻറ്റ് വേണമെങ്കിൽ 9 സെൻറ്റ്, അല്ല 19 സെൻറ്റ് ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച്. 1,40,000 സെൻറ്റിൻ്റെ വില ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കുക കേട്ടോ. നമ്മൾ ഓണറുടെ നമ്പറാണ് വെക്കുന്നത്. മാത്രമല്ല നമുക്ക് തരേണ്ടത് എന്താ അറിയുമോ, വാങ്ങുന്നവർ തരേണ്ടത് ആകെ 1% കമ്മീഷനാണ്. ഒരേ 1% കമ്മീഷൻ വാങ്ങുന്നവർ. അപ്പോൾ ഏത് ഹബീബ് വാങ്ങുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഓണറായിട്ട് സംസാരിക്കുകയും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലിക്കും. മായസ്സലാമ.